സാക്ഷാൽ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ അടക്കം കരിവീരന്മാർ, കരിമരുന്ന് പ്രയോഗങ്ങൾ, കുടമാറ്റങ്ങൾ, അങ്ങനെ മഹാവിസ്മയം തൃശ്ശൂർ പൂരത്തിനുള്ള അവിടെ പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഘടകക്ഷേത്രങ്ങൾ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾ ഉടൻ കുടിയേറും. ശ്രീത് ശ്രീകുമാരൻ തിരുവമ്പാടിയിൽ തുടരുന്നുണ്ട്. ശ്രീത്ത്, അപ്പോൾ ഈ കുടിയേറ്റ ചടങ്ങുകൾ ഇപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ ചടങ്ങുകൾ പോലും അതിനെ പൂരത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ കാണുന്നവരാണ് തൃശ്ശൂർകാർ. അങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഒരുപക്ഷെ പൂരത്തിന് 36 മണിക്കൂറായിരിക്കും ബാക്കിയുള്ള നാട്ടിൽ നിന്നൊക്കെ പൂരം പുരുഷാരം അങ്ങോട്ടേക്ക് ഒഴിയെത്തുക. അപ്പോൾ ഇപ്പോൾ അവിടെ കാണുന്ന ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൂരത്തിന്റെ ആവേശത്തിലേക്ക് ആ നാട് എത്തിക്കഴിഞ്ഞു അല്ലേ ശ്രീത്? കാശ്മീർ പൂരം തുടങ്ങിക്കഴിഞ്ഞു, അതിൽ യാതൊരു തർക്കമില്ല. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലാലൂരിലെ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ആ ഒരു കൊടിക്കൂറ ഉയർന്നു. അതോടുകൂടി പൂരം ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഘടക ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തിരുവമ്പാടിയിൽ ഇതാ കൊടിക്കൂറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൊടിക്കൂറ ഉയരും. സ്വാഭാവികമായി ഇതിനുശേഷം തൃശ്ശൂർ നഗരത്തിലെ തൊട്ടപ്പുറത്തെ നാൽക്കനാലിലും അതുപോലെ തന്നെ നടുവിലാലിലും ഈ ഒരു കൊടിക്കൂറ തിരുവമ്പാടിക്കാർ തന്നെ ഉയർത്തും, അവിടെ കൊണ്ടുപോയി കെട്ടും. ശേഷം ബ്രഹ്മസ്വ മഠത്തിലേക്ക് പോകും. അവിടെ നിന്നാണ് പിന്നീട് വിവിധ ദേശങ്ങളിലെ തട്ടകത്തെ ഭക്തരെ കാണാൻ ഈ ദേവി പുറപ്പെടുന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ പറയെടുപ്പ് ആ മേഖലയിൽ എല്ലാ പ്രദേശങ്ങളിലും നടക്കും. ഭക്തരുടെ വീടുകളിലെത്തി പ്രസാദം സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടി തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടക്കും. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരു മേഖലയിൽ പൂർത്തീകരിക്കാൻ ഇപ്പോൾ ഒരു കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ വളരെ ഭക്തി സാന്ദ്രമായി തന്നെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആവേശത്തോടു കൂടിയുള്ള കൊടിയേറ്റ് തിരുവമ്പാടിയിൽ നടക്കും. ഇന്നു മുതൽ പൂരം തുടങ്ങിക്കഴിഞ്ഞു. ഈ സാധാരണ പറയുന്നത് കൊടിയേറിക്കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ നാളുകൾ എണ്ണി കാത്തിരിക്കുക എന്നാണ്. പക്ഷേ അതല്ല, തൃശ്ശൂരിൽ ഇന്നു മുതൽ പൂരം തുടങ്ങിക്കഴിഞ്ഞു. അത് പന്തൽ നാട്ടൽ ചടങ്ങ് മുതൽ തന്നെ അവർ ഈ ഒരു കൊടിയേറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. സ്വാഭാവികമായി ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പല പ്രത്യേക പരിപാടികൾ പല മേഖലകളിൽ നടക്കുന്ന പൂരത്തിന്റെ കൊടിയേറ്റ് നടക്കുന്നു. ആർപ്പോ വിളികൾ ഉയരുകയാണ് ആഷ്മി. ആർപ്പോ എന്ന വിളികൾ എല്ലാ മേഖലയിലും മുഖരിതമാവുകയാണ്. ഇനിതാ കൊടിക്കൂറ തിരുവമ്പാടിയിൽ കൊടിക്കൂറ ഉയരുകയാണ്. തിരുവമ്പാടിയിൽ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കൊടിക്കൂറ ഉയരുകയാണ് തിരുവമ്പാടിയിൽ. എന്തായാലും ആ ഒരു ആവേശത്തിലേക്ക് ആ കൊടിക്കൂറ ഒന്ന് തൊടാൻ വേണ്ടി ഭക്തർ കത്തി നിൽക്കുന്ന കാഴ്ചയാണ്. എന്തായാലും അത്യാവേശപൂർവ്വമുള്ള ആ ഒരു ചടങ്ങ് അതിനപ്പുറത്തേക്ക് ആവേശത്തോടുകൂടി ഭക്തിസാന്ദ്രമായി നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കൊടിക്കൂറ ഉയരുകയാണ് തിരുവമ്പാടിയിൽ. അല്പസമയത്തിനകം തന്നെ ഈ കൊടിക്കൂറ ഇവിടെ ഉയർത്തിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് നായ്ക്കനാലിലേക്കായിരിക്കും. നായ്ക്കനാലിന് ശേഷം നടുവിലാലിലും കൊടിക്കൂറ ഉയരുകയാണ്. കൊടിക്കൂറ തൃശ്ശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. ഇനി കാത്തിരിപ്പല്ല, ഈ ഒരു ആവേശത്തിരയിലേക്ക് ഇറങ്ങുകയാണ് തൃശ്ശൂരിലെ മനുഷ്യർ. അതിന്റെ ഒരു മുന്നൊരുക്കമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരുക്കമാണ്, അറിയിപ്പാണ് ഈ ഒരു ആർപ്പോ വിളി. ആർപ്പോ എന്ന ഒരു വിളിയോടുകൂടി ഇതാ കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു തിരുവമ്പാടിയിൽ. ഇനി പാറമേക്കാവിൽ 11:30 മണിയോടുകൂടി കൊടിക്കൂറ ഉയരും. എന്തായാലും ഭക്തിസാന്ദ്രമായി അതിനപ്പുറത്തേക്ക് ആവേശകരമായി ഇനി നായ്ക്കനാലിലേക്കും നടുവിലാലിലേക്കും തിരുവമ്പാടി ദേശക്കാർ തട്ടകത്തുകാർ പോകും. അതിനുശേഷം ബ്രഹ്മസ്വ മഠത്തിൽ ചെല്ലും. അതിനുശേഷമായിരിക്കും ദേശത്തെ വിവിധ ഭക്തജനങ്ങളുടെ വീടുകളിലേക്ക് പറയെടുക്കാൻ ചെല്ലുക. പാറമേക്കാവിലും സമാനമായ ചടങ്ങുകൾ നടക്കും. അവിടെയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വൈകുന്നേരം 7 മണിക്ക് നെയ്ത്തലക്കാവിലമ്മക്ക് അവിടെ കൂടി കൊടിക്കൂറ ഉയരുന്നതോടുകൂടി ആണ് ഈ കൊടിയുയർത്തൽ ചടങ്ങ് അവസാനിക്കുക. ഏതാണ്ട് പൂരത്തിന്റെ ഒരു ആവേശത്തിലായി കഴിഞ്ഞു തൃശ്ശൂർ എന്ന നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാം. സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അപ്പോൾ അതിന് പൂർണ്ണമായ ആവേശത്തിലേക്ക്. അതെ, അപ്പോൾ ആദ്യം അത് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലായിരുന്നു അവിടെ കുടിയേറ്റ് നടന്നത്. അതിനുശേഷം പാണിക്കുട്ടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പാരമ്പര്യാവകാശികളായ ചെമ്പിൽ വീട്ടിലെ കുട്ടനാചാരി ഒരുക്കുന്ന ഈ കൊടിമരത്തിലാണ് അവിടുത്തെ ചടങ്ങുകൾ. അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത് തിരുവമ്പാടി തട്ടക ക്ഷേത്രത്തിൽ കൊടിമരം ഉയർത്തുന്നതാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ അവിടെ കുടിയേറ്റം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഘടകക്ഷേത്രങ്ങളായ കണിമംഗലം ശാസ്താവ്, കാരമുക്ക് ഭഗവതി, അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്യായനി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, പനമ്പള്ളിക്കാവ് ശാസ്താ ക്ഷേത്രം, നെയ്തലക്കാവ് ക്ഷേത്രം എന്നുകൊണ്ട് നമുക്ക് അവിടുന്ന് ഒരു പ്രതികരണം വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ തേക്കങ്കാശി വടക്കുനാഥ മൈതാനിയിലേക്ക് കയറി കഴിഞ്ഞാൽ നാക്കിനാലിലും നടുവിലാലിലും നമ്മുടെ കൊടിയുയർത്തും. പൂരത്തിനോടനുബന്ധിച്ചുള്ള കൊടിയുയർത്തും. അത് കഴിഞ്ഞാൽ മേളം അവിടെ അവസാനിച്ച് ആറാട്ടിനായിട്ട് ബ്രഹ്മസ്വ മഠത്തിലേക്ക് പോകും. അവിടെ നിന്ന് പിന്നെ ഇനിയുള്ള എല്ലാ ദിവസവും ഭഗവതി തട്ടകത്തെ വീടുകളിൽ ചെന്ന് പറയെടുപ്പും അനുഗ്രഹം ചൊരിയുന്ന ഒരു ചടങ്ങാണ് 7 ദിവസം.
ആ 7 ദിവസം 26, 27 തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മുടെ ഉത്തരം വിളക്കനോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ പൂര ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം, എല്ലാവരും ഇത് സന്തോഷമായി നമ്മുടെ ഈ തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമാക്കി തരുവാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു. ഇന്ന് ദേശക്കാരാണ് കൊടിയേറ്റത്. തീർച്ചയായിട്ടും ഈ വർഷം 27 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അടുത്ത കൊല്ലത്തേക്കുള്ള വർക്കുകളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കൊല്ലക്കാലമാണ് ഇതിന്റെ കാലാവധി. എല്ലാ പ്രവർത്തകരും അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും ചെറിയൊരു വെടിക്കെട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ദേവി ആറാട്ടിന് നടുവിൽ മഠത്തിലേക്ക് പുറപ്പെടും. 25 തീർച്ചയായും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറെ ഐറ്റംസുകൾ വെടിക്കെട്ടിൽ ഒരു വിസ്മയം തീർക്കാനായിട്ട് തന്നെ നമ്മൾ അണിയറയിൽ ഒരുങ്ങിയിട്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.